നമുക്കൊരു എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ചായക്കടി പലഹാരം നമുക്ക് തയ്യാറാക്കാം. തയ്യാറാക്കുന്നതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഐറ്റത്തിൻ്റെ പേര് സുഗിയാൻ. ഇത് മൈദാമാവാണേ. മൈദാമാവ് ഞാൻ കുറച്ച് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കളറിനാണേ. ചില ആളുകൾ കളർ ചേർക്കും. ഞാനിത് നമ്മളെ നാടൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര. ഇനി ഇത് നമുക്ക് ഓവർ വെള്ളം ആവാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കണം. വെള്ളം കൂടി പോകരുത്. ഈ പരുവത്തിന് നനച്ചെടുക്കുക. ഇനി നമുക്ക് പയർ വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചേർക്കുന്ന ഐറ്റംസേ കൂടെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ നന്നായിട്ട് പയർ വേവിച്ച് ഇങ്ങനെ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള സാധനമാണ്. ഇതിലോട്ട് നമുക്ക് ശർക്കര പാനി ഉരുക്കിയതാണേ, ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് ഞാൻ ജീരകം ചേർത്തിട്ടുണ്ട്, ഏലക്ക ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കണേ. ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടി ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ആക്കി വെച്ചതിന് ഇതിലോട്ട് ഇടുക. എടുക്കുക. ഇനി നമുക്കിത് മറിച്ചിടാമേ. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി പാത്രത്തിലോട്ട് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സുഗിയാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇതിനകത്ത് സോഡാപ്പൊടിയോ കളറോ ഒന്നും ചേർത്തിട്ടുണ്ടാക്കിയതല്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക.